എറണാകുളം അയ്യപ്പൻകാവിലാണ് വഴിയാത്രക്കാരിയെ ആക്രമിച്ച് കടന്ന പ്രതിയുടെ ദൃശ്യങ്ങൾ ഒരു മാസത്തിന് ശേഷം പോലീസിന് കിട്ടുന്നത്. 50ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് യുവാവിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. യുവതി ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിയെത്തുമ്പോഴേക്കും പ്രതി കടന്നു കളയുകയായിരുന്നു. ദൃശ്യങ്ങളിലേക്ക് നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ഒരു മാസം മുമ്പത്തെ സംഭവമാണ്. അതിവേഗം വന്ന ആ പെൺകുട്ടിയെ, എനിക്ക് തോന്നുന്നു മോഷണമായിരുന്നു ലക്ഷ്യമെന്ന് തോന്നുന്നു. എന്താണെങ്കിലും വല്ലാതെ ഭയപ്പെട്ടു പോകുന്ന ആ പെൺകുട്ടി അവിടെ കൂടുന്ന നാട്ടുകാരുടെ സഹായം തേടുന്നുണ്ട്. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു, ഇപ്പോഴും ആ പ്രതിക്ക് പിന്നാലെ പോലീസ് ഉണ്ട് എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ചില തെളിവുകൾ ലഭിച്ചുവെന്നറിയുന്നു. ഈ പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ നിതിൻ? ഇക്കഴിഞ്ഞ മാസം 11-ാം തീയതിയാണ് എറണാകുളം അയ്യപ്പൻകാവിൽ ഈ ക്രൂരമായ സംഭവം നടക്കുന്നത്. ജോലിക്ക് പോവുകയായിരുന്ന യുവതിക്ക് നേരെയാണ് ബൈക്കിലെത്തിയ യുവാവ് അതിക്രമം കാണിച്ചത്. യുവതിയുടെ സമീപം ബൈക്കിലെത്തിയ യുവാവ് തുടക്കത്തിൽ വഴി ചോദിച്ച് മനസ്സിലാക്കുന്നു. അതിനുശേഷം മുന്നോട്ട് പോകുന്നു. പിന്നീട് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് വീണ്ടും ബൈക്കിൽ പാഞ്ഞെത്തിയ യുവാവ് ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ പിടിക്കാനും കയ്യിലുണ്ടായിരുന്ന ബാഗ് തട്ടിപ്പറിക്കാനും ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഇയാൾക്ക് ഈ ബാഗ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചില്ല. ഇയാൾ ബൈക്കിൽ അതിവേഗത്തിൽ പാഞ്ഞു പോവുകയും ചെയ്തു. പേടിച്ചുപോയ യുവതി സമീപത്തുണ്ടായിരുന്ന ആളുകളോട് വിവരം പറയുകയും അവരാണ് പിന്നീട് കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ യുവതി എത്തിക്കുകയും ചെയ്തത്. യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. ഇതിൽ 50ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പ്രതിയുടെ ഒരു ദൃശ്യം പോലീസിന് ലഭിക്കുന്നത്. ഈ പ്രതിയുടെ വാഹനത്തിന്റെ നമ്പർ വ്യക്തമല്ല. പക്ഷേ TVSന്റെ ഒരു എൻടോർക്ക് വാഹനമാണ് ഈ പ്രതി ഓടിച്ചതെന്നും ഇതിന്റെ മഡ്ഗാർഡ് മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയിലേക്കുള്ള അന്വേഷണത്തിലാണ് നിലവിൽ പോലീസ്. പ്രതിയുടെ മുഖവും CCTVയിൽ വ്യക്തമല്ല. ഈ പ്രതിയെ കണ്ടാൽ തിരിച്ചറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിനെ വിവരം അറിയിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ശരി നിതിൻ, അപ്പോൾ ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എത്രയും വേഗം തന്നെ ആ പ്രതി പിടിയിലാവാൻ തന്നെയാണ് സാധ്യത.